രാവിലത്തെ ഫുഡ് ഓൺലൈൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അപ്പവും കുറുമക്കറിയും ഓർഡർ ചെയ്തിട്ടാ. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അപ്പവും കുറുമക്കറിയും എത്തി. അപ്പോൾ ഞങ്ങൾ അത് രാവിലെ തന്നെ അതാണ് കഴിച്ചത്. അതിന് ശേഷം ഉച്ചക്കത്തേക്കൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നത് കാരണം വെറുതെ ഇരിക്കണേണ്. അപ്പോൾ എന്നാൽ പിന്നെ ഗിഫ്റ്റൊക്കെ എടുത്ത് നോക്കിയാലോ എന്നും പറഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ സ്റ്റീവ് ഊട്ടന് അവന് ആദ്യത്തെ ഇത് അവന് തന്നെ പൊട്ടിക്കണം എന്നും പറഞ്ഞ് വേഗം കയറി ഇരിക്കണേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പേൾപിന്നിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. എടാ ഞാനൊന്ന് ഫോൺ എടുത്തോട്ടെടാ എന്ന് പറഞ്ഞിട്ട് പോലും അവൻ തീരെ ക്ഷമയുണ്ടായിരുന്നില്ല. അവൻ വേഗം പൊട്ടിച്ചു തുടങ്ങി. ചേച്ചമ്മ എനിക്ക് പൊട്ടിക്കണം, വേഗം ഫോട്ടോ എടുത്തോ, വേഗം വീഡിയോ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ അവൻ പൊട്ടിച്ചതിൽ ഒരു ഫ്ലവർ വേഴ്സ് ആയിരുന്നേ. നല്ലതായിരുന്നു. ഒരു സിറാമിക്കിൻ്റെ പോട്ടും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവറൊക്കെ ആയിട്ട്. പ്രായമുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പം എന്ത് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആരെങ്കിലും വാങ്ങിച്ചതായിരിക്കും. തൊട്ടടുത്തുള്ള വീട്ടുകാർ കൊണ്ടുവന്ന് തന്നതാണേ. അപ്പോൾ അവന് അതൊന്നും ആവശ്യമില്ല. അവന് ഈ ബോക്സൊക്കെ ഇങ്ങനെ ഇട്ട് കണ്ടില്ലേ, കിരീടം വെക്കണ പോലെയൊക്കെ ഇങ്ങനെ വെച്ച് കളിയാണ്. അപ്പോൾ ആദ്യത്തേതൊന്ന് അവന് തന്നെ ഒന്ന് പൊട്ടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും സ്റ്റാനിമോളും ഇറങ്ങി. അവൾക്കും എന്തെങ്കിലും പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി. ഇപ്പുറത്തെ സൈഡിൽ പൊന്നൂരിക്കണ്ട് കേട്ടാ. അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചിയായിട്ടൊരു യുദ്ധം കഴിഞ്ഞതാണ് സ്റ്റീവ് ഊട്ടൻ. അപ്പോൾ അമ്മച്ചിയും എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് അൺബോക്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ചില ആൾക്കാരൊക്കെ പേരെഴുതാതെ കൊണ്ടുവന്നേക്കണ കാരണം നമുക്ക് ആരാണ് തന്നതെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തരുടെ ആ പ്ലേസ് അനുസരിച്ച് കവറിൻ്റെ പേരൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് ആരായിരിക്കും കൊണ്ടുവന്നത്, ഇന്ന സ്ഥലത്തു നിന്നായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനസ്സിലാക്കണത്. കാരണം നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ തരുന്നവരുടെ എന്തെങ്കിലും ഒരാവശ്യങ്ങൾക്ക് നമ്മൾ ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. പണ്ടൊക്കെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിക്കഴിഞ്ഞ് ഗിഫ്റ്റ് കിട്ടുമ്പം അത് എന്താണ്, ആര് തന്നാണെന്ന് കറക്റ്റായിട്ട് എഴുതിയൊക്കെ വെക്കുമായിരുന്നു. കാരണം നമ്മൾ അതേ രീതിയിൽ തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ആയിരുന്നു പണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ആര് എന്ത് കൊണ്ടുവന്നാലും നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ, അത് കൂടുതലായാലും കുറവായാലും നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ചാണ് ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. നമുക്ക് കൂടുതലുണ്ടോ നമ്മളതനുസരിച്ച് കൊടുക്കും, നമുക്ക് കുറവാണോ അതനുസരിച്ചേ കൊടുക്കുകയുള്ളൂ എന്ന രീതിയിലാണ്. ഇപ്പോൾ തുറന്നത് സാരി ആയിരുന്നേ. അപ്പോൾ സാരി കുറച്ച് റഫായിട്ടുള്ളതാണ്, എന്നാലും കുറച്ച് തളർന്നതാണ്. പ്രായമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പ്രിൻറ്റും കളറൊക്കെ ആയതുകൊണ്ട് അമ്മച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടാണ്. പിന്നെ എടുത്ത കവറിൽ നൈറ്റിയും ബ്ലാങ്കറ്റും ആണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കവർ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം കഴിഞ്ഞപ്പോൾ തന്നെ ഒരാൾ നിർത്തി പോകാൻ പോയതാണ്. പിന്നെ വീണ്ടും ഒരു കവറും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പം അതും കൂടി എടുത്ത്. അപ്പോൾ ഈ ബ്ലാങ്കറ്റ് ഡബിൾ കോട്ടിൻ്റെ ബ്ലാങ്കറ്റാണ്. അതുപോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയലൊക്കെയാണ്. പക്ഷേ അമ്മച്ചിക്ക് അത്രയും വലുത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിടാനൊക്കെ ആയിട്ടുള്ള ആ ഒരു കൈക്ക് ബലമൊന്നും ഇല്ലാത്ത കാരണം അങ്ങനത്തെയൊന്നും ഇപ്പം അമ്മച്ചി ഉപയോഗിക്കാറില്ല. പിന്നെ ഒരു നൈറ്റിയാണ് ഉണ്ടായിരുന്നത്. അതും ഇഷ്ടപ്പെട്ടിട്ടാണ്. വലിയ സൈസാണ്, അമ്മച്ചിക്ക് പാകത്തിന് ചെറുതാക്കിയൊക്കെ കൊടുക്കണം. ഇതൊരു സാരിയാണ് കേട്ടോ. ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നൊരു സാരിയാണ്. കോറ സിൽക്കിൻ്റെ സാരിയാണ്. കോറ സിൽക്കാണെന്ന് എനിക്ക് തോന്നണത്. ഈ കോപ്പർ ഇതാണ് ത്രെഡ് വെച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെ അമ്മച്ചിക്ക് കൊടുത്താൽ ഇണങ്ങൂല എന്ന് പറഞ്ഞ കാരണം ഈ സാരി എനിക്ക് കിട്ടി. എന്നോട് എടുത്തോളാൻ പറഞ്ഞത്. അപ്പം എനിക്കില്ലാത്തൊരു കളറായിരുന്നു, നല്ല ഭംഗിയായിരുന്നത്. പിന്നെ അടുത്ത ഇതിലുണ്ടായിരുന്നത് ഒരു ബെഡ്ഷീറ്റ്, കോട്ടൺ ബെഡ്ഷീറ്റ്, ഡബിൾ കോട്ടിൻ്റെ ബെഡ്ഷീറ്റായിരുന്നു. ഒരു നൈറ്റിയും കൂടി ഉണ്ടായിരുന്നു. മിക്കവരും അങ്ങനെയാണ് കേട്ടോ. അമ്മച്ചിയുടെ ആ ഒരു പ്രായം പരിഗണിച്ച് അങ്ങനെ ബെഡ്ഷീറ്റ്, നൈറ്റി, സാരി അങ്ങനെയായിരുന്നു. പിന്നെ അടുത്തത് ഒരു കോട്ടൺ ബെഡ്ഷീറ്റ് തന്നെയായിരുന്നു. അത് ഡബിൾ കോട്ടിൻ്റെ ബെഡ്ഷീറ്റ് തന്നെയായിരുന്നു കേട്ടോ. പെട്ടി തുറക്കും തോറും എക്സൈറ്റ്മെൻറ്റ് കൂടി ഒരാൾ വലിച്ച് പറിച്ച് കീറണേണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോക്സിലുണ്ടായിരുന്നത് ഒരു കോട്ടൺ ബേബി പിങ്ക് കളറിലെ ഒരു ബെഡ്ഷീറ്റാണ്. സിംഗിൾ ഷീറ്റാണിത്. അപ്പോൾ അമ്മച്ചിക്കും ഉപയോഗിക്കാനായിട്ട് നല്ല സുഖമായിരിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകുമൊന്നുമില്ല, ഒരുപാട് വലിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് നല്ല ഷീറ്റായിരുന്നു, നല്ല കളറാണ്, നല്ല പ്രിൻ്റാണ്. അമ്മച്ചിക്കും അത് ഇഷ്ടപ്പെട്ടായിരുന്നു. അടുത്ത ടേൺ സ്റ്റീവ് ഊട്ടൻ്റെ ആണ്. ഈ കവറിലുണ്ടായിരുന്നത് ഒരു സാരിയാണ്. ഒരു ലൈറ്റ് ബ്ലൂ എന്നൊക്കെ പറയുന്ന, ലൈറ്റ് ബ്ലൂ അല്ല, ലൈറ്റ് സ്കൈ ബ്ലൂവിനോട് ചേരണ ഒരു കളറ്, ലൈറ്റ് ഗ്രീൻ എന്നും പറയാൻ വേണമെങ്കിൽ. അങ്ങനത്തെ ഒരു കളറിലെ ഒരു കോട്ടൺ പ്യുവർ കോട്ടൺ അല്ല, കോട്ടൺ മിക്സാണ്. അപ്പോൾ
നല്ല സാരിയാണ് കേട്ടോ, പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സാരിയായിരുന്നു അത്. പിന്നെ അടുത്തത് ബെഡ്ഷീറ്റാണ്, കോട്ടൺ ബെഡ്ഷീറ്റാണ്, ഡബിൾ കോട്ടിൻ്റെ ബെഡ്ഷീറ്റാണ്. അപ്പം ഒരാൾ ഇരിക്കണത് ഇഷ്ടപ്പെടണത്, അവൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ എടുത്തു വെച്ചേക്കണേ കേട്ടോ, എനിക്കാണ് കേട്ടോ ഈ ഷീറ്റെന്നും പറഞ്ഞ്. ഇതും അതെ, ഒരു കോട്ടൺ ഷീറ്റാണ്, വലിയ ബെഡിനിടാൻ പറ്റുന്ന ഒരു ഫാമിലി കോട്ടിനൊക്കെ പറ്റിയ ഒരു വലിയ ഷീറ്റായിരുന്നു. അതും ഓരോരുത്തരും ഇങ്ങനെ ഇതെനിക്കാണ് എന്നും പറഞ്ഞ് എടുക്കണതാണ്. അതുപോലെ ഈ ബ്ലാങ്കറ്റ് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ഞി പോലെ ഇരിക്കണ നല്ല ഒരു, എന്നാൽ അതേസമയം ഒരു സിൽക്കി പോലെ ഇരിക്കണ ഒരു ബ്ലാങ്കറ്റായിരുന്നേ. ഇതും നല്ല സുഖമായിരിക്കും ഇടാനായിട്ട്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ തന്നെ പൊന്നു അതെടുത്ത് മേത്തിട്ട് അതിൻ്റെ സുഖമൊക്കെ അനുഭവിച്ചറിഞ്ഞ് അവളത് ബുക്ക് ചെയ്ത്. അമ്മച്ചിക്ക് അതൊക്കെ ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, പിള്ളേർക്ക് അതിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ലെന്നും പറഞ്ഞിട്ട് അവളത് ബുക്ക് ചെയ്തിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ നൈറ്റി, കോട്ടൺ നൈറ്റിയാണ്, നല്ല കളറാണ്, നല്ല പ്രിൻ്റാണ്, അമ്മച്ചിക്ക് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. അതും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും ഒരു കോട്ടൺ ഷീറ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ലൈറ്റ് കളറൊക്കെയാണ്, പക്ഷേ ഇതിന് വേണ്ടിയിട്ട് വലിയ തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതങ്ങനെ മാറ്റി വെച്ചു. പിന്നെ ഏതാണ്ട് ഗിഫ്റ്റൊക്കെ ഒതുങ്ങി. അപ്പോൾ ഇനിയുള്ളത് 2 പൊന്നാട അണിയിച്ചല്ലോ അമ്മച്ചിനെ, അപ്പോൾ അതിൻ്റെ 2 പൊന്നാടകളാണ്. അതൊരു അയൽക്കൂട്ടംകാർ ഇട്ടതാണത്, അമ്മച്ചിയുടെ ഫ്രണ്ട്സൊക്കെ. ഇത് ആൻറ്റി ഇട്ടതാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് 2ഉം കഴിഞ്ഞു. പിന്നെ അടുത്തത് ഒരു നൈറ്റി. അപ്പോൾ അങ്ങനെ തീർന്നെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് 2 കവറും കൂടി കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇത് നൈറ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റെല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ഹാപ്പിയായി. പിറ്റേ ദിവസം വീണ്ടും ഗിഫ്റ്റ് വന്ന്, അമ്മച്ചിക്ക് കേക്കും കൊണ്ട് ചേട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അമ്മച്ചിയുടെ ആങ്ങളയുടെ മോൻ തൃശ്ശൂരിൽ നിന്ന് ഇതുപോലെ ഒരു ടേബിൾ ലാമ്പ് പോലെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്, അമ്മച്ചിയുടെ ഒരു പഴയ ഫോട്ടോയൊക്കെ വെച്ച്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്